ഫ്രണ്ട്സ്, എല്ലാവർക്കും രസതന്ത്ര എഡ്യൂസിയറിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. മുൻവർഷ PSC പരീക്ഷകളിലെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എലമെൻറ്റ് ഹാസ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ്? ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ മൂലകം. ഹീലിയം. ദ എലമെൻറ്റ് ഹാസ് ലോവസ്റ്റ് ബോയിലിംഗ് പോയിൻ്റ്. ബോയിലിംഗ് പോയിൻ്റ് ഏറ്റവും കുറഞ്ഞ എലമെൻറ്റ്, അതും ഹീലിയമാണ്. അപ്പോൾ ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും ഏറ്റവും കുറഞ്ഞ മൂലകം ഹീലിയം. ദ മെറ്റൽ ഹാസ് ലോവസ്റ്റ് മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ഏറ്റവും കുറഞ്ഞ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റുമുള്ള മെറ്റൽ മെർക്കുറി. The most abundant metal in human body. കാൽസ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. മോസ്റ്റ് അബണ്ടൻറ്റ് എലമെൻറ്റ് ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഓക്സിജൻ. വിച്ച് എലമെൻറ്റ് ഹാസ് ദി ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ്? ദ്രവണാങ്കം ഏറ്റവും കൂടിയ മൂലകം ടങ്സ്റ്റൺ. ദ ഫിലമെൻറ്റ് ഓഫ് ബൾബ് ഈസ് മേഡപ്പ് ഓഫ് ടങ്സ്റ്റൺ. ദ എലമെൻറ്റ് വിത്ത് ആറ്റോമിക് നമ്പർ 100. ആറ്റോമിക് നമ്പർ 100 ആയിട്ടുള്ള എലമെൻറ്റ് ഫെർമിയം. അതുപോലെ ആറ്റോമിക് നമ്പർ 101 ആയിട്ടുള്ള എലമെൻ്റാണ് മെൻഡലീവിയം. ബെർലിയം അലൂമിനിയം സിലിക്കേറ്റ് ഈസ് നോൺ ആസ് എമറാൾഡ്. എമറാൾഡ് എന്ന് വെച്ചാൽ മരതകം. മരതകം കെമിക്കലി എന്താണ്? ബെർലിയം അലൂമിനിയം സിലിക്കേറ്റ് ആണ്. അതുപോലെ മറ്റൊരു സ്റ്റോണാണ് റൂബി. റൂബി എന്ന് പറയുന്നത് എന്താണ്? അലൂമിനിയം ഓക്സൈഡ് ആണ്. അപ്പോൾ എമറാൾഡ് ഇറ്റ് ഈസ് ബെർലിയം അലൂമിനിയം സിലിക്കേറ്റ്. റൂബി ഇറ്റ് ഈസ് അലൂമിനിയം ഓക്സൈഡ്. ദ ബെസ്റ്റ് നോൺ മെറ്റാലിക് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ഗ്രാഫൈറ്റ്. അതുപോലെ ദ ലുബ്രിക്കൻ യൂസ്ഡ് ഇൻ വെഹിക്കിൾസിൽ ലുബ്രിക്കൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതും ഗ്രാഫൈറ്റ് തന്നെയാണ്. വിച്ച് ഈസ് നോൺ ആസ് ദ മെറ്റൽ ഓഫ് ഫ്യൂച്ചർ? ടൈറ്റാനിയം. ഭാവിയുടെ ലോഹം എന്നറിയപ്പെടുന്ന മെറ്റൽ ടൈറ്റാനിയം. അതുപോലെ ഫ്യൂവൽ ഓഫ് ഫ്യൂച്ചർ എന്നറിയപ്പെടുന്നത് ഹൈഡ്രജനാണ്. വാട്ട് ഈസ് നോൺ ആസ് കിങ് ഓഫ് പോയിസൺസ്? കിങ് ഓഫ് പോയിസൺസ് എന്നറിയപ്പെടുന്നത് ആഴ്സനിക് ആണ്. ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ആസ് റാറ്റ് പോയിസൺ. എലിവിഷമായി ഉപയോഗിക്കുന്ന പദാർത്ഥം സിങ്ക് ഫോസ്ഫൈഡ്. ഇതൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ദ സബ്സ്റ്റൻസ് യൂസ്ഡ് ആസ് റാറ്റ് പോയിസൺ സിങ്ക് ഫോസ്ഫൈഡ്. വിച്ച് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻ്റ്? സാർവിക ലായകം എന്നറിയപ്പെടുന്നത് എന്ത്? വാട്ടർ. വിച്ച് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് കെമിക്കൽ സൺ? രാസസൂര്യൻ എന്നറിയപ്പെടുന്ന പദാർത്ഥം മഗ്നീഷ്യം. മഗ്നീഷ്യം കോമ്പൗണ്ട് യൂസ്ഡ് ആസ് ആൻ ആൻറ്റാസിഡ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ. അതായത് അസിഡിറ്റി കുറയ്ക്കാൻ യൂസ് ചെയ്യുന്ന മെഡിസിൻസിനെയാണ് ആൻറ്റാസിഡ്സ് എന്ന് പറയുന്നത്. അപ്പം മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന ആൻറ്റാസിഡ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആണ്. ഈ മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യത്തിൻ്റെ ഒരു ഹൈഡ്രോക്സൈഡാണ്. കളർ ഓഫ് ക്ലോറിൻ വേപ്പർ ഗ്രീൻ. ഗ്യാസ് filled in the tires of aeroplanes helium. Gases used by sea divers for breathing
ഓക്സിജൻ ആൻഡ് ഹീലിയം. സീ ഡൈവേഴ്സ് ബ്രീത്തിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓക്സിജൻ്റെയും ഹീലിയത്തിൻ്റെയും ഒരു മിക്സ്ചറാണ്. എലമെൻറ്റ് പ്രസൻറ്റ് ഇൻ ഓൾ എക്സ്പ്ലോസീവ്സ്. നൈട്രജൻ. The process in which solid substance changes into gas is known as sublimation. അതുപോലെ സബ്ലിമേഷൻ കാണിക്കുന്ന ഒരു എലമെൻറ്റിന് എക്സാമ്പിൾ അയഡിൻ. വാട്ട് ഈസ് നോൺ ആസ് വെജിറ്റബിൾ ഗോൾഡ്? വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് സാഫ്രോൺ ആണ്. സാഫ്രോൺ എന്ന് പറയുന്നത് അറിയാം, കുങ്കുമമാണ് സാഫ്രോൺ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ബ്ലൂ ഗോൾഡ് എന്നറിയപ്പെടുന്നത് വാട്ടറാണ്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.